قال الله تعالى في قرآنه الكريم واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وابن السبيل وما ملكت أيمانكم إن الله لا يحب من كان مختالا فخورا صدق الله العلي العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് മുത്തഖീങ്ങളായി മുഅ്മിനീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുത്തഖീങ്ങളായ ദാസന്മാരിൽ ഉൾപ്പെടാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഇതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെയ്തുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവിൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വചനം, അൽ ഇസ്ലാമു ബദഅ ഗരീബ വസയഊദു കമാ ബദഅ ഗരീബ ഫതൂബാ ലിൽ ഗുറബ. സ്വഹീഹ് മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച പ്രാമാണികമായ ഒരു വചനമാണ്. അൽ ഇസ്ലാമു, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ബദഅ ഗരീബ, അത് വളരെ അപരിചിതമായിട്ടാണ് ജന്മം കൊണ്ടത്. ആർക്കും അറിയാത്ത, ഇസ്ലാമിനെ സംബന്ധിച്ച് പരിചയമില്ലാത്ത ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിൻ്റെ പ്രബോധനം നിർവഹിച്ചത്. അങ്ങനെ അപരിചിതമായ ഒരവസ്ഥയിൽ നിന്നാണ് ഇസ്ലാം തുടക്കം കുറിച്ചത്. വസയഊദു കമാ ബദഅ ഗരീബ, ആ ഒരു അപരിചിതമായ അവസ്ഥയിലേക്ക് തന്നെ ഇസ്ലാം മടങ്ങിപ്പോയേക്കാം. ഫതൂബാ ലിൽ ഗുറബ, ആ സന്ദർഭത്തിൽ പരിഷ്കർത്താക്കളായ അള്ളാഹുവിൻ്റെ ദീനി മാർഗത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ ഇസ്ലാമിക പ്രവർത്തകർക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ എന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. നമ്മളിനി നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലേക്ക് വരിക, ഇസ്ലാമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും ഇസ്ലാമിനെ കുറിച്ചുള്ള ചർച്ചകളുമൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. വളരെ നെഗറ്റീവായ രൂപത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ വളരെ സജീവമാണ്. എന്നാൽ ഇസ്ലാമിനെ കുറിച്ച് പോസിറ്റീവായ സമീപനങ്ങളും ഉണ്ട്. ഇസ്ലാമിനെ മനസ്സിലാക്കുന്നിടത്ത് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും വളരെ തെറ്റിദ്ധാരണയോടുകൂടിയാണ് ഇസ്ലാമിനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റേതായ സാഹചര്യങ്ങൾ ഒക്കെ ഇവിടെ നിലനിൽക്കുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തലസ്ഥാന നഗരിയിൽ നടന്ന സ്ഫോടന ഒരു പരമ്പരയുണ്ട്. ഡൽഹിയിൽ നടന്ന സ്ഫോടനം. ആ സ്ഫോടനം നടന്നയുടൻ ഇതാരാണ് നടത്തിയത്, എന്തിനാണ് നടത്തിയത്, അതിൻ്റെ ലക്ഷ്യമെന്ത്, അതിനെ സംബന്ധിച്ചുള്ള വളരെ വ്യക്തമായ ഒരു അറിവ് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മാധ്യമങ്ങൾ നിറം പിടിപ്പിച്ച ഒരുപാട് വാർത്തകൾ കൊടുക്കുകയുണ്ടായി. ഒരു പുതിയ പദപ്രയോഗം തന്നെ രൂപപ്പെട്ടു വന്നു. ആ പദപ്രയോഗം ഇപ്രകാരമാണ്: വൈറ്റ് കോളർ ടെററിസം. അത് പിന്നീട് വൈറ്റ് കോളർ ജിഹാദായിട്ട് പരിണമിക്കുന്നുമുണ്ട്.
ഇന്ത്യ മഹാരാജ്യത്തെ വ്യത്യസ്ത മീഡിയകൾ, അത് പ്രിന്റ് മീഡിയ ആകട്ടെ, ഇനി വിഷ്വൽ മീഡിയാസ് ആകട്ടെ, സോഷ്യൽ മീഡിയകളാകട്ടെ, ഈ സ്ഫോടന പരമ്പരയെ റിപ്പോർട്ട് ചെയ്ത രീതി ഇസ്ലാമിനെ എത്രമാത്രം പൈശാചികവൽക്കരിക്കാൻ സാധ്യമാണോ അത്രമാത്രം അവർ പൈശാചികവൽക്കരിച്ചു. ഇസ്ലാമിനെ എത്രമാത്രം അരികുവൽക്കരിക്കാൻ സാധ്യമാണോ അത്രമാത്രം അവർ അരികുവൽക്കരിച്ചു. ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഭീകരവൽക്കരിക്കാൻ എത്രത്തോളം സാധ്യമാണോ അത്രത്തോളം അവർ ഭീകരവൽക്കരിച്ചു. മുസ്ലിം ചെറുപ്പക്കാർ വിദ്യാഭ്യാസം നേടിയാലും, മുസ്ലിം ചെറുപ്പക്കാർ എത്രമാത്രം അറിവ് സമ്പാദിച്ച് ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വന്നാലും, അവർ ഡോക്ടറായി മാറിയാലും, അവരുടെ ഉള്ളിൽ ഭീകരതയുണ്ട്. കാരണം അവർ മുസ്ലിങ്ങളാണ്. കൊച്ചുനാൾ മുതൽ മദ്രസയിൽ അവർ പഠിക്കുന്നത് ഈ ഭീകരവാദമാണ്, ഈ തീവ്രവാദമാണ്. അതുകൊണ്ട് മുസ്ലിങ്ങളാണോ അവർ വിദ്യാഭ്യാസം നേടിയിട്ടും കാര്യമില്ല. അതാണ് വൈറ്റ് കോളർ ടെററിസം എന്നതിൻ്റെ ഒരു ആശയമായിട്ട് അവർ പ്രചരിപ്പിച്ചത്. നേരത്തെ ലവ് ജിഹാദ് ഉണ്ടായിരുന്നു. അതേപോലെ ആഹാരവുമായി ബന്ധപ്പെട്ട ഫുഡ് ജിഹാദ് അവർ പറഞ്ഞിരുന്നു. അപ്പോൾ മുസ്ലിങ്ങളാണോ അവരുടെ ഉള്ളിൽ ഈ ഒരു സംഗതി ഉണ്ട്, അതുകൊണ്ട് അവരെ പേടിക്കണം. തലയിൽ തട്ടമിട്ട ഒരു സഹോദരിയെ കാണുമ്പോൾ എനിക്ക് പേടിയാകുന്നു. താടി വെച്ച ഒരാളെ കാണുമ്പോൾ എനിക്ക് പേടിയാകുന്നു. തൊപ്പിയിട്ട ഒരാളെ കാണുമ്പോൾ എനിക്ക് പേടിയാകുന്നു. മൊത്തത്തിൽ മുസ്ലിം വേഷത്തെ, ഇസ്ലാമുമായി ബന്ധപ്പെട്ടതിനെ പൈശാചികവൽക്കരിക്കുന്നു. അതിൽ മീഡിയകളൊക്കെ വിജയിക്കുന്നുണ്ട്. ഒരു ആപ്തവാക്യം ഇപ്രകാരമാണ്, ഒരു പഴമൊഴി: സത്യം ചെരുപ്പ് ധരിക്കുമ്പോഴേക്കും അസത്യം ലോകം മുഴുവൻ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ടാകും. അപ്പോഴായിരിക്കും സത്യം ചെരുപ്പ് ധരിക്കാൻ തുടങ്ങുക. ഇതൊരു പഴമൊഴിയാണ്. ഈ പറഞ്ഞ കാര്യത്തിൽ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഭീകരവാദികൾ എന്ന അർത്ഥത്തിൽ പിടിക്കപ്പെടുന്ന ഒരുപാട് ചെറുപ്പക്കാർ വർഷങ്ങൾക്ക് ശേഷം അവർ നിരപരാധികളാണ് എന്ന കോടതി വിധി പറയുകയും അവർ പുറത്തിറങ്ങുകയും ചെയ്യുന്നു. പക്ഷെ അപ്പോഴേക്കും ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്, ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം മീഡിയാസ് വമ്പിച്ച രൂപത്തിൽ ഇവിടെ പ്രചരിപ്പിക്കുന്നു. മുസ്ലിങ്ങളെ ആദ്യം പറഞ്ഞ പോലെ അരിക് വൽക്കരിക്കുന്ന ഒരു സമീപനം അവർ സൃഷ്ടിക്കുന്നു. വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ ഒരായത്ത് ഇപ്രകാരമാണ്: ഖദ് ബദത്തിൽ ബഗ്ള മിൻ അഫ്വാഹിഹിം. അവരുടെ വായകളിലൂടെ അവരിങ്ങനെ വെറുപ്പ്, വിദ്വേഷം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് വരുന്നു. വമാ തുഖ്ഫി സുദൂറുഹും അക്ബർ. പക്ഷേ അവരുടെ ഹൃദയത്തിലുള്ളത് ഇതിനേക്കാളൊക്കെ വലിയ ഒരു കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് അവർ പറയുന്നു, പക്ഷേ ഹൃദയത്തിലുള്ളത് ഇതിനേക്കാൾ വലിയ വെറുപ്പാണ്. ഇടയ്ക്കിടയ്ക്ക് അത് ഇങ്ങനെ പുറത്തേക്ക് വരുന്നു എന്ന ആ കാലഘട്ടത്തിലെ ഇസ്ലാം വിമർശകരെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ വെറുപ്പിങ്ങനെ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ, ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എല്ലാ മുസ്ലിങ്ങളും ഭീകരവാദികളല്ല. പക്ഷേ ഭീകരവാദികൾ ഒക്കെയും മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞത് ഒരു ലോക നേതാവായിരുന്നു. നമുക്ക് അദ്ദേഹത്തെ അറിയാം. എല്ലാ മുസ്ലിങ്ങളും ഭീകരവാദികളല്ല, പക്ഷേ ഭീകരവാദികളൊക്കെ മുസ്ലിങ്ങളാണ്. അപ്പോൾ ടെററിസ്റ്റുകളായിട്ട് ഭീകരതയുടെ ഒരു പ്രത്യയശാസ്ത്രം കൊണ്ടു നടക്കുന്ന വക്താക്കളായിട്ട് മുസ്ലിങ്ങളെ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അതിൽ വലതുപക്ഷ മീഡിയ വിജയം കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ സാമൂഹ്യ രംഗം വല്ലാതെ വഷളായിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മുസ്ലിങ്ങളായ നമ്മൾ നിർവഹിക്കേണ്ട ദൗത്യം എന്താണ്?
കേവലം ആരാധനയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടവരല്ല നമ്മൾ ഇനി 1400 കൊല്ലങ്ങൾ പുറകോട്ട് സഞ്ചരിക്കുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലും ഇതേപോലെ ഇസ്ലാമിനെ കുറിച്ചും പ്രവാചകരെ കുറിച്ചും വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നവർ ഉണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ മറികടന്നത് ഏത് രൂപത്തിലാണ്? അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ടാണ്. സ്വഹാബിമാർ അവരുടെ ജീവിതം കൊണ്ടാണ്. പറയുന്നവർ പറയട്ടെ, പക്ഷേ നമ്മൾ ജീവിക്കുന്നത് ഈ സമൂഹത്തിലാണ്. നമ്മെക്കുറിച്ച് ഭീകരമായ ഒരു കാഴ്ചപ്പാട് സൃഷ്ടിച്ചു വയ്ക്കുന്നു. എന്നാൽ നമ്മെ അനുഭവിക്കുന്ന മനുഷ്യരോ നമ്മിൽ സ്നേഹത്തെ കാണുന്നു, നമ്മിൽ സാഹോദര്യത്തെ കാണുന്നു, നമ്മിൽ മനുഷ്യത്വം കാണുന്നു, നമ്മിൽ സമഭാവന കാണുന്നു. അപ്പൊ നമ്മെ അനുഭവിക്കുന്ന, മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു ഇസ്ലാമിക ജീവിതത്തെ നമ്മൾ മുന്നോട്ട് വെക്കേണ്ടതുണ്ട്. ഈ കാലഘട്ടം അത് ആവശ്യപ്പെടുന്നു. നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളെ നേരെയാക്കിയെടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അയൽപക്ക ബന്ധങ്ങളെ ശരിയാക്കിയെടുക്കേണ്ടതുണ്ട്. അയൽവാസികളുമായി ബന്ധപ്പെട്ട സമീപനങ്ങളെ നേരെ ചൊവ്വയാക്കിയെടുക്കേണ്ടതുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സാമൂഹ്യ ബന്ധങ്ങളെ സംബന്ധിച്ചും അയൽപക്ക ബന്ധങ്ങളെ സംബന്ധിച്ചും സംസാരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ച് മോശമായ ഒരു അഭിപ്രായം സമൂഹത്തിൽ പാട്ടായപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരെ വിളിച്ചിരുത്തുന്നു. അവരോട് പറയുന്നു, നിങ്ങൾ അയൽവാസികളോട് മാന്യമായിട്ട് പെരുമാറുക, നിങ്ങൾ സമൂഹത്തിൽ മാന്യമായിട്ട് സഹവസിക്കുക. ഇത് പറയുന്ന ഒരു പശ്ചാത്തലം അതാണ്. ഇത് പറയുമ്പോൾ നമസ്കാരത്തെ സംബന്ധിച്ചുള്ള കൽപ്പനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടില്ല. നോമ്പിനെ സംബന്ധിച്ചുള്ള ആയത്ത് വന്നിട്ടില്ല. ഹജ്ജുമായി ബന്ധപ്പെട്ട ചർച്ചയൊന്നും നടന്നിട്ടില്ല. അപ്പോ ഹജ്ജിനേക്കാൾ, നമസ്കാരത്തെക്കാൾ, നോമ്പിനേക്കാൾ മറ്റ് ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട ആ ഒരു നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുമായി ബന്ധപ്പെട്ട സഹവാസം, ആ ഊഷ്മളമായ ബന്ധങ്ങളെ സംബന്ധിച്ചാണ് വളരെ ഗൗരവത്തിൽ പറഞ്ഞത്. ഞാനിവിടെ ഓതി വെച്ച ആയത്ത് സൂറത്തുൻ നിസായിലെ 36-ാമത്തെ ആയത്താണ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഅബ്ദുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക, വലാ തുശ്രികൂ ബിഹി ഷൈആ, നിങ്ങൾ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. ഇസ്ലാമിന്റെ അടിത്തറയാണ്, തൗഹീദാണ്. ഏകനായ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക, ആ റബ്ബിൽ ആരെയും പങ്കു ചേർക്കാൻ പാടില്ല എന്നത് തൗഹീദിന്റെ അടിത്തറയാണ്. ഈ തൗഹീദ് പറഞ്ഞതിന് ശേഷം, അഥവാ ഏകദൈവത്വം അതിന്റെ പ്രാധാന്യം പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യങ്ങൾ സാമൂഹ്യ വിഷയങ്ങളാണ്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് ഇഹ്സാനോടുകൂടി വളരെ മാന്യമായിട്ട് പെരുമാറുക. വബിദിൽ ഖുർബ, അടുത്ത ബന്ധുക്കളോട് മാന്യമായി സഹവസിക്കുക. വൽ യതാമ, അനാഥ മക്കളോട് മാന്യമായി സഹവസിക്കുക. വൽ മസാക്കീൻ, പാവപ്പെട്ടവരോട്, മിസ്കീൻ, അവരോട് മാന്യമായി സഹവസിക്കുക. വൽ ജാരിദിൽ ഖുർബ, അടുത്ത അയൽവാസികളോടും, വൽ ജാരിൽ ജുനുബി, അകന്ന അയൽവാസികളോടും, വസാഹിബി ബിൽ ജംബി, തന്റെ സഹപ്രവർത്തകരോടും, വബിനി സബീൽ, വഴിയാധാരമാകപ്പെട്ട പാവങ്ങളോടൊക്കെ മാന്യമായ ഒരു സഹവാസം സ്വീകരിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഈ ആയത്തിന്റെ അവസാന ഭാഗത്ത് ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറ, ഡംബ് കാണിക്കുന്ന, പൊങ്ങച്ചം കാണിക്കുന്ന, കിബർ കാണിക്കുന്ന, അഹങ്കാരികളായ ആരെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നും പറയുന്നുണ്ട്. അപ്പൊ ഈ ആയത്തിനെ സംഗ്രഹിച്ച് പറയുമ്പോൾ ഇതിന്റെ ആശയം ഇപ്രകാരമാണ്. ഒന്നാമതായി പറയുന്നു, അല്ലാഹുക്ക് വഴിപ്പെടുക, അഥവാ തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ശിർക്ക് ചെയ്യരുത്, അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം. ഇത് ഇസ്ലാമിന്റെ ഏറ്റവും മൗലികമായ അടിത്തറയാണ്. നമുക്കാർക്കും അവിടെ സംശയമില്ല. രണ്ടാമതായി പറയുന്നു മാതാപിതാക്കൾ, പിന്നീട് അടുത്ത ബന്ധുക്കൾ, പിന്നീട് പറയുന്ന കാര്യം അയൽവാസികളാണ്. ആ അയൽവാസികളെ രണ്ടായിട്ട് അല്ലാഹു തിരിച്ചു. ഒന്ന് അടുത്ത അയൽവാസി, മറ്റൊന്ന് അകന്ന അയൽവാസി. ഈ അടുത്ത അയൽവാസിയും അകന്ന അയൽവാസിയും അതിനെ സംബന്ധിച്ച് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത്, അടുത്ത അയൽവാസി എന്ന് പറഞ്ഞാൽ ബന്ധുക്കളായ അയൽവാസികൾ എന്നാണ് അർത്ഥം. അഥവാ എൻ്റെ രക്തബന്ധമാകാം, എൻ്റെ കുടുംബ ബന്ധമാകാം. അങ്ങനെ ആ കുടുംബ ബന്ധത്തിൽപ്പെട്ട അയൽവാസികൾ, അവർ അയൽവാസികളാണ്, അതോടൊപ്പം തന്നെ എൻ്റെ കുടുംബ ബന്ധുക്കളാണ്.
അവർ എൻ്റെ അടുത്ത അയൽവാസികളാണ്, അവരോട് വളരെ മാന്യമായി പെരുമാറുക. രണ്ടാമതായി അകന്ന അയൽവാസി എന്ന് പറയുമ്പോൾ അതെൻ്റെ രക്ത കുടുംബ ബന്ധത്തിൽപ്പെട്ടവരല്ല, പക്ഷേ എൻ്റെ അയൽവാസികളാണ്. ആ നിലയിൽ അവരോട് മാന്യമായ സഹവാസം. ഇവിടെ ഉപയോഗിച്ച പദപ്രയോഗം ഇഹ്സാൻ എന്നതാണ്. അറബി അറിയുന്നവർക്കറിയാം ഇഹ്സാൻ എന്ന വാക്കിന്റെ അർത്ഥം ഏറ്റവും മാന്യമായ, അതിനപ്പുറത്തേക്ക് ഒരു മാന്യതയില്ല, അതിനപ്പുറത്തേക്ക് ഒരു സഹവാസമില്ല. മനുഷ്യത്വപരമായ മനുഷ്യൻ എന്ന നിലയിൽ തൻ്റെ പെരുമാറ്റത്തിന്റെ ഏറ്റവും ഏറ്റവും ഉന്നതമായ ഒരു തലം, അതാണ് ഇഹ്സാൻ. അത്രയ്ക്ക് മാന്യതയോടെ നീ നിന്റെ അയൽവാസികളോട് പെരുമാറുക എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് തൗഹീദ് പറഞ്ഞതിന് ശേഷമാണ്. അപ്പൊ ആദ്യം തൗഹീദ്, പിന്നീട് പെരുമാറ്റ സ്വഭാവ മര്യാദകൾ. അപ്പൊ ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ തൗഹീദിന്റെ ഭാഗമാണ് സ്വഭാവ പെരുമാറ്റ മര്യാദകൾ എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഈ ആയത്തുകളൊക്കെ അവതരിച്ച ഒരു പശ്ചാത്തലം ഏതാണ്? ഇസ്ലാമിനെ സംബന്ധിച്ച് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുകയാണ്. വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികൾ, ആ ഒരു ഫാക്ടറികൾ തന്നെ ഇപ്പോ പ്രസ്ഥാനങ്ങളായിട്ടും വ്യക്തികളായിട്ടും ഇങ്ങനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായിട്ടൊക്കെ നമുക്കറിയാം, അങ്ങനെ വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് പ്രചരിപ്പിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് മുസ്ലിങ്ങളുമായിട്ട് സഹവസിക്കുമ്പോൾ ഈ പറയുന്ന പോലെയല്ലല്ലോ എൻ്റെ അയൽവാസി, ഞാൻ കേൾക്കുന്ന പോലെയല്ല ഞാൻ അനുഭവിക്കുന്ന എൻ്റെ അയൽവാസി, എൻ്റെ കൂടെയുള്ള മുസ്ലിം സഹോദരങ്ങൾ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരെ വാർത്തെടുത്തത് 5 നേരം നമസ്കരിക്കുന്നവരാക്കി മാത്രമല്ല, ഏറ്റവും ഉന്നതമായ സ്വഭാവ മഹിമയുള്ള ഉത്കൃഷ്ട സ്വഭാവമുള്ള നല്ല മനുഷ്യരാക്കി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാലഘട്ടത്തിലെ സഹാബിമാരെ വാർത്തെടുത്തു. നമ്മളൊക്കെ സാധാരണ പറയും ഒട്ടകത്തിന്റെ കയറ് മാത്രം പിടിക്കാൻ അറിയുന്ന ഒരു സമൂഹത്തെ രാഷ്ട്രത്തിന്റെ ചെങ്കോല് പിടിക്കാൻ പ്രവാചകൻ പ്രാപ്തരാക്കി മാറ്റിയെടുത്തു. ഏറ്റവും നല്ല മനുഷ്യരെ ഇസ്ലാം സംഭാവന ചെയ്തു. ആ നല്ല മനുഷ്യരെ മോശമാക്കി ചിത്രീകരിക്കാൻ ആ കാലഘട്ടത്തിലെ ശത്രുക്കൾക്ക് കഴിഞ്ഞില്ല. അവർ പറഞ്ഞത് ജനം ഏറ്റെടുത്തില്ല, അവർ പറഞ്ഞത് അതിന് സ്വീകാര്യത കിട്ടിയില്ല. തൽക്കാലത്തേക്ക് കുറച്ചൊക്കെ സ്വീകാര്യത കിട്ടി, പക്ഷേ അത് ആത്യന്തിക ഫലം മുസ്ലിങ്ങൾക്ക് അനുകൂലമായിരുന്നു. ഇന്ന് ശത്രു വിഭാഗത്തിന് സ്വീകാര്യത കിട്ടുന്നുണ്ടെങ്കിൽ, അവർക്ക് ലൈക്കും ഷെയറും കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്വഭാവത്തിൽ വന്ന മാറ്റമാണ്. നമ്മൾ ഇസ്ലാമിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടില്ല. സ്വഭാവ മഹിമയിൽ നമ്മൾ യഥാർത്ഥ മുസ്ലിങ്ങളായിട്ടില്ല. അയൽവാസികളെ കൃത്യമായി പരിഗണിക്കുന്നില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര സംഭവമുണ്ട്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നിരന്തരമായി കളിയാക്കിയിരുന്ന, നിരന്തരമായി പരിഹസിച്ചിരുന്ന ഒരു അയൽവാസി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇസ്ലാമിന്റെ ശത്രുവായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വ്യക്തിത്വത്തെ തകർക്കലായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അങ്ങനെ നിരന്തരമായി വ്യക്തിഹത്യ നടത്തുക, പരിഹസിക്കുക, ഇകഴ്ത്തുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആകട്ടെ തിരിച്ചൊന്നും പറഞ്ഞില്ല, മറുപടി ഒന്നും കൊടുത്തില്ല, എല്ലാത്തിലും മൗനം പാലിച്ചു. ഇതിങ്ങനെ നിരന്തരമായി കേട്ട മറ്റൊരു സുഹൃത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, താങ്കൾക്കൊരു മറുപടി കൊടുത്തുകൂടെ? താങ്കൾ എന്തിനാണ് ഇങ്ങനെ സഹിക്കുന്നത്? അതിന് അദ്ദേഹത്തിന്റെ മറുപടി ഇപ്രകാരമായിരുന്നു. അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ പ്രകടിപ്പിക്കുന്നു, ഞാനാകട്ടെ എൻ്റെ സ്വഭാവത്തെ പ്രകടിപ്പിക്കുന്നു. അത്രയേ ഉള്ളൂ. അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വഭാവം കാണിക്കട്ടെ, ഞാൻ എൻ്റെ സ്വഭാവത്തെ കാണിക്കുന്നു. അങ്ങനെ കാലം കുറെ കടന്നുപോയി. ഈ വിമർശിച്ചുകൊണ്ടിരുന്ന ഈ മനുഷ്യൻ രോഗിയായി കിടക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമുണ്ടായി. രോഗിയായി കിടന്നപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ സന്ദർശിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടതായ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു, ആഹാരം കൊടുക്കുന്നു. അപ്പോ ആ രോഗിയായി കിടക്കുന്ന ആ മനുഷ്യൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, താങ്കൾ എന്നെ ഇപ്പോൾ സഹായിക്കുന്നത് താങ്കളുടെ ഗുണമാണോ, താങ്കൾ വിശ്വസിച്ച മതത്തിന്റെ ഗുണമാണോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിൽ ഓതിയ ആയത്ത് ഇസ്ലാം ഞങ്ങളോട് പറയുന്നു, യുത്ഇമൂന തആമ അലാ ഹുബ്ബിഹി, തന്റെ പ്രിയപ്പെട്ടവർക്ക്, വേണ്ടപ്പെട്ടവർക്ക്, അയൽവാസികൾക്ക് ആഹാരം കൊടുക്കാൻ
ഇസ്ലാം ഞങ്ങളെ പ്രേരിപ്പിക്കുന്നു മിസ്കീന പാവപ്പെട്ടവർക്ക്, യതീമ അനാഥ മക്കൾക്ക്, ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന അയൽവാസികൾക്കും അല്ലാത്തവർക്കും ആഹാരം കൊടുക്കാൻ, അവരെ സ്നേഹിക്കാൻ, അവരോട് സ്നേഹത്തോടെ സഹാനുഭൂതിയോടെ പെരുമാറുവാൻ ഇസ്ലാം ഞങ്ങളെ പഠിപ്പിക്കുന്നു. ഇത് ഇസ്ലാമിന്റെ ഗുണമാണ്, എന്റെ ഗുണമല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുത്ത ഉത്തരമാണ്. ഇത് എന്റെ ഗുണമല്ല, മറിച്ച് ഞാൻ വിശ്വസിക്കുന്ന മതത്തിന്റെ അഥവാ ഇസ്ലാമിന്റെ ഗുണമാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹം കൊടുത്ത ഒരു ഉത്തരമുണ്ട്. ശത്രുക്കളെ വരെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരു മതം, ആ മതം ഒരിക്കലും തെറ്റാവുകയില്ല. അതുകൊണ്ട് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഞാൻ ഇവിടെ ഇതാ ഇസ്ലാം സ്വീകരിക്കുന്നു. അപ്പൊ കൊല്ലങ്ങളോളം ഇസ്ലാമിനെതിരെ ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തിയ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ആ ഒരു ക്യാമ്പയിൻ നടത്തുവാൻ ഏതൊക്കെ പ്ലാറ്റ്ഫോമുകളുണ്ടോ അതെല്ലാം ഉപയോഗപ്പെടുത്തിയ ഒരു മനുഷ്യൻ അവസാനം ഇസ്ലാമിനെ തിരിച്ചറിയുന്നു, ഇസ്ലാമിനെ മനസ്സിലാക്കുന്നു, സത്യവിശ്വാസം സ്വീകരിക്കുന്നു. ഇതാണ് പ്രിയമുള്ളവരെ നമ്മളുടെ ഈ സാഹോദര്യം അല്ലെങ്കിൽ ഊഷ്മളമായ ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. നമ്മൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ, ഓരോ സഹാബിമാരുടെയും ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ധാരാളം കാണാൻ കഴിയും. ഒരുപാട് ഉദാഹരണങ്ങൾ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിനെതിരെയായിരുന്നല്ലോ വളരെ വമ്പിച്ച രൂപത്തിൽ വിദ്വേഷ പ്രചാരണം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഹിജറ പോകുന്ന സമയത്ത്, പലായനം ചെയ്യുന്ന സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വിരിപ്പിൽ, തൻ്റെ റൂമിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കിടത്തുകയാണ്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പിറ്റേ ദിവസം പലായനം ചെയ്താൽ മതി, ഞാൻ ഇന്ന് പലായനം ചെയ്യുകയാണ് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുക. എന്തിനാണ് അങ്ങനെ ചെയ്തത്? അതിൻ്റെ ഉള്ളിൽ ഒരുപാട് തന്ത്രങ്ങൾ വേറെ ഉണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ള ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മനുഷ്യരുടെ സമ്പത്ത് പ്രവാചകന്റെ കൈവശമുണ്ട്. അന്ന് ബാങ്ക് സംവിധാനമില്ല, പണം സൂക്ഷിക്കാൻ ഏർപ്പാടുകളില്ല. അന്ന് പണം സൂക്ഷിക്കാൻ വിശ്വസ്തനായ ഒരാള് അത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. ആ മക്കയിലുള്ള ധാരാളക്കണക്കിന് അമുസ്ലിങ്ങളായ ബഹുദൈവ ആരാധകരായ ആളുകൾ പ്രവാചകന്റെ അടുക്കൽ വന്ന് പണം കൊടുത്തിരിക്കുന്നു. ഈ ലഭിച്ചിട്ടുള്ള പണം മുഴുവൻ കൃത്യമായി തിരിച്ചേൽപ്പിക്കണം. അത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ആ ഉത്തരവാദിത്വം പ്രവാചകൻ ഏൽപ്പിക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ നടന്ന ഈ വിദ്വേഷ പ്രചാരണത്തെ അത് വ്യാപകമായിട്ട് ശക്തിപ്പെടുത്താൻ പ്രവാചകൻ അനുവദിച്ചില്ല. എന്നാലും പ്രവാചകരെ അനുകൂലിക്കുന്ന, പ്രവാചകരെ സ്നേഹിച്ച ബഹുദൈവ ആരാധകർ അവിടെ ഉണ്ടായിരുന്നു. എന്നാലും പ്രവാചകരെ ഇഷ്ടപ്പെട്ട ഇസ്ലാം അല്ലാത്ത മതവിഭാഗത്തിൽപ്പെട്ടവർ അവിടെ ഉണ്ടായിരുന്നു. അവരാകട്ടെ പ്രവാചകർക്ക് പണമേൽപ്പിച്ചു. ആ പ്രവാചകർ ആ പണത്തെ വളരെ കൃത്യമായി സൂക്ഷിച്ചു. അത് കൃത്യമായി എല്ലാവർക്കും കൊടുത്തതിന് ശേഷമാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പലായനം ചെയ്തത്. ഈ ചരിത്രമൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ സാമൂഹ്യ ബന്ധങ്ങൾ, പ്രത്യേകിച്ച് അയൽപക്ക ബന്ധങ്ങൾ, ഇന്ന് അയൽപക്ക ബന്ധങ്ങളെ, നമ്മുടെ അയൽപക്ക ബന്ധങ്ങളെ നാം ഒന്ന് പരിശോധിക്കുക. തൻ്റെ അയൽവാസിയെ സംബന്ധിച്ച് മിക്കവർക്കും അറിയില്ല, ഒന്ന് പരിചയപ്പെട്ടിട്ടില്ല. ആരാണ്, എവിടെ നിന്ന് വന്ന് താമസിക്കുന്നു, ആർക്കൊന്നും അറിയില്ല. എല്ലാവരും അവരുടേതായ സ്വകാര്യതയിൽ, അവരുടേതായ സ്വാർത്ഥതയിൽ ഞാനും എൻ്റെ കുടുംബവും അത് മാത്രമുള്ളൂ. അപ്പുറത്ത്, മതിലിന്റെ അപ്പുറത്ത് ആരാണ് എനിക്കറിയേണ്ടതില്ല. ആ ഒരു സ്വാർത്ഥതയിൽ ജീവിച്ചുകൊണ്ടിരിക്കുക. അയൽവാസിയെ കുറിച്ച് കൃത്യമായി പഠിക്കാനോ മനസ്സിലാക്കാനോ ഒന്ന് പരിചയപ്പെടാനോ ഒന്ന് വീട്ടിലേക്ക് ക്ഷണിക്കാനോ അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് ഞാനൊന്ന് ചെല്ലാനോ ആർക്കും സമയമില്ല. തൻ്റെ അയൽവാസി അദ്ദേഹത്തിൻ്റെ ഒരു വാഹനം വിൽക്കാനായിട്ട് അത് സോഷ്യൽ മീഡിയയിൽ പരസ്യം ചെയ്യുന്നു. അങ്ങനെ ആ പരസ്യം ചെയ്തപ്പോൾ തൊട്ടപ്പുറത്തുള്ള അയൽവക്കത്തുള്ള ഒരു അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ അല്ലെങ്കിൽ അയൽവാസിയായ മനുഷ്യൻ ഈ സോഷ്യൽ മീഡിയയിലെ ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുന്നു. ഇങ്ങനെ ഒരു വാഹനം വിൽക്കാനുണ്ട് എന്ന് കേട്ടല്ലോ, ഇതെവിടെയാണ് സ്ഥലം, ഏതാണ് പ്രദേശം, എനിക്ക് ഈ വാഹനം ഇഷ്ടപ്പെട്ടു. അപ്പൊ അതിൻ്റെ അർത്ഥം എന്താ? തൊട്ടപ്പുറത്തുള്ള അയൽവാസിയാണ്, തൻ്റെ മതിലിൻ്റെ അപ്പുറത്തുള്ള അയൽവാസിയാണ് ഈ പരസ്യം ഇട്ടത്.
ആ നമ്പറിൽ വിളിച്ചപ്പോ ഇതെന്റെ അയൽവാസിയാണല്ലോ, അതുവരെ അറിയുന്നില്ല, അതുവരെ സംസാരിക്കുന്നില്ല, പരസ്പരം മിണ്ടുന്നില്ല, സംസാരമില്ല, ഇടപഴകലില്ല, കൊടുക്കൽ വാങ്ങലുകളില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 തരം അയൽവാസികളുണ്ട്. അയൽവാസികളോടുള്ള കടമ, ഹക്ക് നിങ്ങൾ കൊടുക്കണം. ഒന്നാമത്തെ അയൽവാസി, അതായത് 3 തരം, അതായത് 3 ബന്ധമുള്ള അയൽവാസികളുണ്ട്, 3 ഹക്കുള്ള അയൽവാസികൾ. ആരൊക്കെ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്നാമത്തെ അയൽവാസി എന്ന് പറയുന്നത്, ആ അയൽവാസിയോട് എനിക്ക് 3 ബന്ധമുണ്ട്. ഒന്നാമത്തെ ബന്ധം, അയാൾ എൻ്റെ കുടുംബ ബന്ധുവാണ്, അല്ലെങ്കിൽ രക്തബന്ധുവാണ്, ആ ബന്ധമുണ്ട്. രണ്ടാമത്തെ ബന്ധം, അയാൾ മുസ്ലിമാണ്, ആ മുസ്ലിം എന്ന കടമയുണ്ട്. മൂന്നാമത്തെ ബന്ധം, അയാൾ അയൽവാസിയാണ്. അപ്പൊ എൻ്റെ വീടിനോട് ചേർത്ത് താമസിക്കുന്ന അയൽവാസി മുസ്ലിമാണെങ്കിൽ, എൻ്റെ കുടുംബത്തിൽ പെട്ടവനാണെങ്കിൽ, ആ അയൽവാസിയോട് എനിക്ക് 3 തരത്തിൽ കടമയുണ്ട്, 3 ഹക്കുണ്ട്. 1 അയൽവാസി എന്ന ഹക്ക്, 2 മുസ്ലിം എന്ന ഹക്ക്, 3 എൻ്റെ കുടുംബ ബന്ധുവാണ്, എൻ്റെ രക്തബന്ധുവാണ് എന്ന ഹക്ക്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ടാമത് 2 കടമയുള്ള, 2 ബന്ധമുള്ള അയൽവാസികളുണ്ട്. അതാരാണ്? 1 അയാൾ മുസ്ലിം ആണെങ്കിൽ മുസ്ലിം എന്ന കടമ, 2 അയൽവാസിയാണെങ്കിൽ അയൽവാസി എന്ന കടമ. ഈ 2 ഹക്കുണ്ട്. മൂന്നാമതായി പ്രവാചകൻ പറഞ്ഞു, 1 ഹക്കുള്ള അയൽവാസിയുണ്ട്. അതാരാണ്? അയൽവാസിയാണ്, അവൻ ജാതി മതമൊന്നുമില്ല, അവൻ അയൽവാസിയാണ്, മുസ്ലിം അല്ല, എൻ്റെ ബന്ധുവല്ല. അങ്ങനെയാണെങ്കിൽ 1 കടമയാണ് അയൽവാസി എന്ന കടമ. അങ്ങനെയുള്ള അയൽപക്കമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുക്കലേക്ക് വന്നു, വഹയുമായിട്ട് വന്നു. എന്നിട്ട് ആ വഹയിലൂടെ ഇങ്ങനെ അയൽവാസികളുടെ ഹക്കുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഞാനത് കേട്ടപ്പോ വല്ലാതെ പേടിച്ചു പോയി. ഇത് പ്രവാചകന്റെ വാക്കുകളാണ്. എന്താണ് പേടിച്ചു പോയത്? ഇനി അയൽവാസികൾക്ക് അനന്തര സ്വത്ത് കൊടുക്കേണ്ടി വരുമോ, അഥവാ അനന്തര സ്വത്ത് വരെ അയൽവാസികൾക്ക് നൽകേണ്ടി വരുമോ എന്നുവരെ ഞാൻ പേടിച്ചു പോയി. ആ ഒരു നിയമം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുമോ എന്നുവരെ ഞാൻ പേടിച്ചു പോയി. അത്രമാത്രം മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വഹയുമായി വന്ന് പറഞ്ഞു. അപ്പൊ അത്ര കടമയുണ്ട്, ഹക്കുണ്ട് അയൽവാസികളുമായിട്ട് എന്ന് ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അനന്തര സ്വത്തിനെ സംബന്ധിച്ച് പറഞ്ഞില്ല. അനന്തര സ്വത്ത് അത് അനന്തര അവകാശികൾക്ക് മാത്രമുള്ളൂ. പക്ഷെ അത്രമാത്രം കടമയുണ്ട്, ഹക്കുണ്ട് അയൽപക്കങ്ങളുമായിട്ട് എന്ന് ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. നമ്മളൊക്കെ സാധാരണ പറയുന്ന ഒരു പ്രവാചകന്റെ വചനമുണ്ടല്ലോ, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. അത് കേൾക്കാത്ത ആരും തന്നെ ഇല്ല. ഇസ്ലാമിന്റെ മൗലികമായ ഒരു സന്ദേശമാണ്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുക. അതിന്റെ ആശയം എന്താ? എൻ്റെ കയ്യിൽ ഉണ്ണാനുണ്ടെങ്കിൽ, ഉടുക്കാനുണ്ടെങ്കിൽ, എൻ്റെ കയ്യിൽ ദാനം ചെയ്യാനുള്ള വകയുണ്ടെങ്കിൽ, എൻ്റെ വീട്ടിൽ ആഹാരമുണ്ടെങ്കിൽ എൻ്റെ അയൽവാസികൾക്കും അതുണ്ടാവണം. അത് ഞാൻ ഉറപ്പുവരുത്തണം. എൻ്റെ അയൽപക്ക ബന്ധങ്ങൾ 40 വീടുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ആ 40 വീടുകളിൽ ജാതിയും മതവും ഒന്നും പറയുന്നില്ല. അവിടെ മതത്തെ സംബന്ധിച്ച് പറയുന്നില്ല. അത് മുസ്ലിങ്ങളെ കുറിച്ചും പറയുന്നില്ല. കൊടുക്കാൻ പറയുമ്പോ, അല്ലെങ്കിൽ സഹവസിക്കാൻ പറയുമ്പോ, രോഗി സന്ദർശനം പറയുമ്പോ, മുസ്ലിങ്ങൾക്ക് മാത്രം ആ ഒരു മതത്തിന്റെ ഒരു മതിൽക്കെട്ട് ഒരിക്കലും ഇസ്ലാം പറഞ്ഞിട്ടില്ല. അയൽവാസികൾ എന്ന പൊതുവായ പ്രയോഗമാണ്. ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റൊരു സംഭവമുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കത് അറിയാമായിരിക്കും. അദ്ദേഹം ഇങ്ങനെ പലായനം ചെയ്യാൻ വേണ്ടി, ഹിജറ ചെയ്യാൻ വേണ്ടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു പലായനത്തിന് മുമ്പായിട്ട് പലായനത്തിന് വേണ്ടി അദ്ദേഹം ഇറങ്ങിയപ്പോ, മദീനയിലേക്ക് പലായനം ചെയ്യാൻ വേണ്ടി ഇറങ്ങിയപ്പോ തൊട്ടടുത്ത അദ്ദേഹത്തിന്റെ അയൽവാസി, അദ്ദേഹം ബഹുദൈവ ആരാധകനാണ്, അഥവാ മുശ്രിക്കാണ്. അദ്ദേഹം ഓടി വന്നിട്ട് ഒട്ടകത്തിന്റെ പുറത്ത് സാധന സാമഗ്രികളൊക്കെ തയ്യാറാക്കി വച്ച്, എടുക്കാവുന്ന സമ്പത്തൊക്കെ എടുത്ത് പുറപ്പെടാൻ വേണ്ടി നിൽക്കെ, ഇബ്നു ദുഗ്ന എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അയൽവാസി, അത് ബഹുദൈവ ആരാധകൻ, അദ്ദേഹം ഓടി വന്നിട്ട് കെട്ടിപ്പിടിക്കുന്നു. യാ അബൂബക്കർ, അല്ല യാ അബൂബക്കറെ, താങ്കൾ പോകരുത്. താങ്കളെ പോലെയുള്ള നല്ല മനുഷ്യർ ഈ നാട് വിട്ടു പോകരുത്.
താങ്കളെ പോലെയുള്ള നല്ല മനുഷ്യർ ഈ നാട് വിട്ടുപോയാൽ ഈ നാട് അതോടെ പരാജയപ്പെടും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യണമെന്നറിയാതെ അത്ഭുതപ്പെട്ടു പോയി. അയൽവാസി പറയുന്നു, ഞാൻ താങ്കൾക്ക് അഭയം തരാം. മക്കയുടെ നിയമമാണ്, ആരെങ്കിലും അഭയം കൊടുത്താൽ പിന്നെ അവരെ ഉപദ്രവിക്കാൻ പാടില്ല. ഇപ്പോ നമുക്കറിയാലോ, ഷെയ്ഖ് ഹസീന, ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി, അവർക്ക് സുപ്രീം കോടതി വിധിച്ചത് വധശിക്ഷയാണ്. പക്ഷേ ഇന്ത്യ അഭയം കൊടുത്തിരിക്കുന്നു. അഭയം കൊടുത്തത് കൊണ്ട് അവരെ ശിക്ഷിക്കാൻ ബംഗ്ലാദേശിന് കഴിയുന്നില്ല. ഇതേപോലെ പ്രാദേശികമായ അഭയം പ്രവാചകന്റെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ഞാൻ അഭയം തരാം. അതായത് മുസ്ലിങ്ങളെ മക്കയിൽ കണ്ട കൊന്നുകളയും, നാട് വിട്ട് പോയിക്കൊള്ളണം. അവർ പറഞ്ഞിരിക്കുകയാണ്, ഈ മക്കയിൽ ഇനി മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ സാധ്യമല്ല. ആ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ആരാണ് അബൂബക്കറിന് അഭയം കൊടുത്തത്? ഒരു ബഹുദൈവ ആരാധകൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുന്നോട്ട് വെച്ച വ്യവസ്ഥ, എനിക്ക് ഖുർആൻ ഓതണം. അതിന് സമ്മതിക്കുമോ? കാരണം ബഹുദൈവ ആരാധകനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഈ വിശുദ്ധ വേദഗ്രന്ഥം ഓതാൻ അനുവദിക്കുമോ? ഇബ്നു ദുഗ്ന പറഞ്ഞു, ഓതിക്കോളൂ, പക്ഷെ ഉറക്കെ ഓതാൻ പാടില്ല. അതിങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു പ്രയാസമുണ്ടാകും. അതുകൊണ്ട് ശാന്തമായി പതുക്കെ താങ്കൾ ഓതിക്കോ, താങ്കൾക്ക് അനുവാദമുണ്ട്. ആഴ്ചകളോളം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിച്ചത്, ഖുർആൻ ഓതിയത്, നമസ്കരിച്ചത് എവിടെയാണ്? ഒരു ബഹുദൈവ ആരാധകന്റെ വീട്ടിൽ അഭയം കൊടുത്തു. അതിനുശേഷമാണ് പ്രവാചകന്റെ പലായനം ഉണ്ടായത്. അപ്പൊ പ്രവാചകന്റെ കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പലായനം ചെയ്യുന്ന ചരിത്രം അങ്ങനെ പോകുന്നു. അപ്പൊ ഇവിടെ അഭയം കൊടുത്തു, കെട്ടിപ്പിടിച്ചു, പോകരുത്. ആ ഒരു സ്നേഹബന്ധം, ഊഷ്മളമായ ബന്ധം, ശത്രുക്കളാണെങ്കിലും ഇസ്ലാമിന്റെ വിമർശകരാണെങ്കിലും വ്യക്തിതലത്തിൽ ഇസ്ലാമിന്റെ മൂല്യത്തെ ഈ ഇബ്നു ദുഗ്ന മനസ്സിലാക്കിയിരുന്നു. അപ്പൊ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരികളെ, നമ്മുടെ ജീവിതമാണ് നമ്മുടെ സന്ദേശം, അല്ലാതെ നിസ്കാരമല്ല, പ്രാർത്ഥനകളല്ല. സാമൂഹ്യ ജീവിതത്തിൽ, അയൽപക്ക ബന്ധങ്ങളിൽ നമ്മൾ എത്രത്തോളം ഇസ്ലാമിനെ പ്രസരിപ്പിക്കുന്നുണ്ടോ, നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും, നമ്മുടെ സത്യസന്ധതയിൽ എത്രത്തോളം ഇസ്ലാം ഉണ്ടോ, ആ ഇസ്ലാമിക ജീവിതം കൊണ്ട് മാത്രമേ ഈ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഈ ക്ഷുദ്ര ശക്തികളെ, ഈ ഫാഷിസ്റ്റുകളെ നമുക്ക് പ്രതിരോധിക്കാനും പരാജയപ്പെടുത്താനും സാധ്യമാവുകയുള്ളൂ. ജീവിതം കൊണ്ട്. ഷാഹിദൻ എന്നൊരു പ്രയോഗമുണ്ട്. നിങ്ങൾ സാക്ഷികളാവുക, ജീവിച്ച് കാണിച്ചു കൊടുക്കുക. വാക്കും പ്രവൃത്തിയും തെറ്റായിട്ട്, അക്രമികളായിട്ട്, തോന്നിവാസികളായിട്ട്, അയൽവാസികളെ പരിഗണിക്കാതെ സാമൂഹ്യ ജീവിതത്തിൽ ആ ഒരു ജീവിത സ്റ്റൈലാണെങ്കിൽ തീർച്ചയായിട്ടും പ്രചരിപ്പിക്കപ്പെടുന്ന ആശയത്തിൽ മറ്റുള്ളവർ വിശ്വസിച്ചേക്കാം, നമ്മൾ പ്രതിക്കൂട്ടിലായേക്കാം. അതുകൊണ്ട് അയൽപക്ക ബന്ധങ്ങളെ ശക്തിപ്പെടുത്താൻ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണം. അയൽവാസികളുമായിട്ട് നല്ല ഒരു ബന്ധത്തെ, ഒന്ന് പുഞ്ചിരിക്കുന്ന, ഒന്ന് മിണ്ടുന്ന, സംസാരിക്കുന്ന, വീട്ടിൽ ചെന്ന് ഒന്ന് പരിചയപ്പെടുന്ന, അവന്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഒന്ന് അറിയുന്ന ആ ഒരു ഊഷ്മളമായ ബന്ധത്തിന് തുടക്കം കുറിക്കണമെന്നതാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ ഒക്കെ ജീവിക്കാനുള്ള കഴിവും പ്രാപ്തിയും വിശ്വാസവും ഒക്കെ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.